നേരമൊക്കെ പരപരാ വെളുത്തിട്ടല്ല കേട്ടോ ചേച്ചി രാവിലെ എണീറ്റിട്ടുള്ളേ. ഇത്രയും കൂടി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് നല്ല വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കെട്ടിയോനോ അല്ലെങ്കിൽ എൻ്റെ ചെക്കനോ എണീക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കായിരുന്നു വെള്ളം പിടിക്കാനായിട്ട്. ഞങ്ങൾക്കുണ്ടല്ലോ ഉള്ളിലേക്ക് നല്ല വെള്ളത്തിൻ്റെ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. വീട് പണിയുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു വീടിൻ്റെ രൂപമായി കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്ലംബിങ് കഴിയണമെന്നോ വയറിങ് കഴിയണമെന്നോ ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഒരു വീട്ടിലോട്ട് താമസം മാറിയത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് പിന്നീട് അതുമിക്കൊന്നും തിരിഞ്ഞ് നോക്കുകയും ചെയ്തില്ല. ഇപ്പം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വെള്ളം പിടിക്കുമ്പോൾ നല്ല വെള്ളം ഉള്ളിലേക്ക് ഇതുപോലെ പിടിച്ചേക്കണം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒക്കെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. മെല്ലക്കണ്ട് എങ്ങനെയൊക്കെ നേരെയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോക്ക് കാണണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത എന്ന് വെച്ചാൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്നാ തോന്നുന്നു കേട്ടോ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഷോർട്സ് ആട്ടത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വലിയ ലോങ് വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി സ്നേഹത്തോട് 1000 നന്ദി പറയുകയാണ്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ച് വേഗം ചുക്കുവെള്ളം അങ്ങോട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ ഉണ്ണിയോട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും വെള്ളം ആറി കിട്ടൂലല്ലോ. അപ്പോൾ ഒരടുപ്പയിൽ ചുക്കുവെള്ളം വെച്ചു, മറ്റേ അടുപ്പയിൽ അരി തിളപ്പിക്കുന്നുണ്ട്. റേഷൻ അരിയാണ്. ഒറ്റ തിളച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് വാർത്തേക്കാൻ പറ്റും. നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പായസവും കുടിക്കേണ്ടി വരും. ഇന്നലെ ഉണ്ടല്ലോ വീട്ടു സാധനങ്ങൾ മേടിക്കുമ്പോൾ എൻ്റെ കെട്ടിയ പ്രധാനപ്പെട്ട ഒരു ഐറ്റം മേടിക്കാൻ മറന്നിട്ടുണ്ട്, പാല് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ മാത്രമാണോ, പെൺകുട്ടി ഇല്ലേ, പാലില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പം ഞാൻ വേഗം ഉണ്ണീനെ തറവാട്ടിക്ക് പറഞ്ഞയച്ചാണ്. അപ്പോൾ അവിടെ എക്സ്ട്രാ പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവൻ വാങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരൊറ്റ പാക്കറ്റ് പാലുകൊണ്ട് ഞങ്ങൾക്ക് ചായക്കും വേണം, പെൺകുട്ടിക്ക് കുടിക്കാനും വേണം. നമ്മുടെ തൊട്ട് കടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും നേരത്തെ കട തുറക്കില്ല, ഇത്രൂടെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഒരു നിർവാഹമില്ല. അല്ലെ പിന്നെ ടൗണിൽ പോകണം. അതിനേക്കാൾ എളുപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും എൻ്റെ എഴുത്തിയമ്മോളുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പാൽ എക്സ്ട്രാ ഇല്ലാതിരിക്കില്ല. ഉച്ചരിങ്ങിട്ട് ചായക്ക് വേണ്ടേ. അങ്ങനെ എഴുത്തിയമ്മയുടെ ഉച്ചരിങ്ങിട്ട് ചായ വയ്ക്കേണ്ട പാലാണ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ ടൗണിൽ പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടു കേട്ടോ. നമുക്ക് ഉച്ചരിങ്ങിട്ട് വേണം, പെൺകുട്ടിക്ക് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ എഴുത്തിയമ്മയ്ക്ക് തിരിച്ച് കൊടുക്കും. ആ ഒരു പാക്കറ്റ് പാൽ ഇത്തിരി വെള്ളം ചേർത്ത് അങ്ങോട്ട് തിളപ്പിച്ചിട്ട് പെൺകുട്ടിക്ക് കുടിക്കാനുള്ളത് ആറ്റി കുറുക്കി കുറച്ച് പെഡിഗ്രി ഒക്കെ ഇട്ടിട്ട് ടെറസിൻ്റെ മേലെ ആ ഒരു മുക്കിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവളത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ള പാൽ പിന്നെ തിളച്ച് അത് ഓഫാക്കി അവിടെ അങ്ങനെയേ വെച്ചിട്ടുണ്ട്. ഇനി താഴെ ചെന്നിട്ട് വേണം ചായ കൂട്ടാനായിട്ട്. ഞാനുണ്ടല്ലോ ഇല്ലാത്ത നേരം ഉണ്ടാക്കിയിട്ടാണ് പിങ്കുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി മേലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, പിങ്കുവിൻ്റെ കൂടെ ഇങ്ങനെ ഇത്ര നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും എന്തൊക്കെയോ പോലെയാണ് കേട്ടോ. അവളെ ഉണ്ടല്ലോ ഇങ്ങനെ പിച്ചാ നടത്തുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എല്ലാ കോപ്രായങ്ങൾക്കും അവൾ എൻ്റെ കൂടെ നിന്ന് തരും കേട്ടോ. ഞാൻ നല്ല ചീത്ത വെച്ച് കൊടുക്കാറുണ്ട്. ചീത്ത പറയാണ്ട് അവൾ അനുസരിക്കുകയും ചെയ്യില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പോകെ പിങ്കുവിന് ഇത്തിരി അധികം ഇഷ്ടം അച്ചൂട്ടിയോടാണോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാനും ആദ്യം ഏട്ടനൊക്കെ ഇരിക്കുമ്പോൾ അച്ചൂട്ടിയുടെ പിന്നാലെ ഓടും. അച്ചൂട്ടിക്ക് ചില സമയത്ത് അവളെ പേടിയാണ്. അപ്പോൾ അച്ചു ഓടും. അച്ചു ഓടിക്കഴിഞ്ഞാൽ പിന്നാലെ ഓടും. അവളെ വിചാരം അച്ചു കളിപ്പിക്കുക എന്നാണ്. സംഭവം അതല്ല കേട്ടോ. എൻ്റെ അച്ചുവിന് പേടിയായിട്ടാണ് അച്ചു ഓടുന്നത്. മുന്നേയൊക്കെ ഞാൻ പോണ് കണ്ടാൽ എൻ്റെ പിന്നാലെ ഓടി വരും കേട്ടോ. ഇവരുടെ അടുത്തൊന്നും നിൽക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ഞാൻ അമ്മങ്ങി താഴത്തേക്ക് പോകാട്ടോ, ഉണ്ണി അവിടെ കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നോക്കി അങ്ങോട്ട് നിൽക്കുന്നല്ലാണ്ട് പെണ്ണ് പിന്നാലെ വരില്ല. എന്താ വെച്ചാൽ എൻ്റെ ചീത്തയ്ക്കല്ലേ, അതിൻ്റെ ഒരു കുഞ്ഞി ദേഷ്യം നല്ലോണം പെണ്ണ് കൊരട്ടത്ത് വെച്ച് നടക്കുകയാണ്. തുണിയൊക്കെ കടിക്കുകയും അതുപോലെ അകത്തൊക്കെ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി പുറത്ത് പോയി മൂത്രം ഒഴിക്കടി, തുണി കിടക്കില്ലേടി, അടി കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത പറയാറുണ്ട് കേട്ടോ. നമ്മളൊട്ടും ചീത്ത പറയാണ്ട് ഇവരെ കറക്റ്റായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റില്ല. നമ്മളെ മക്കളെ പോലെ തന്നെ ഇടയ്ക്കൊക്കെ ശിക്ഷിക്കേണ്ടവർക്ക് ശിക്ഷിക്കുക തന്നെ വേണം. അന്ന് വിചാരിച്ച് ഉപദ്രവിക്കൊന്നുമില്ല. ഇങ്ങനെ ചീത്ത പറഞ്ഞ് തൊള്ളയിട്ടിട്ടൊക്കെയാണ് ഞാൻ അവളെ നിലക്കി നിർത്താറ്. എന്തോ പുണ്യത്തിന് പിങ്കു ഇപ്പോൾ ഇവിടെയാണ് എല്ലാ തരത്തിലുള്ള കാര്യവും സാധിക്കാറ് കേട്ടോ. ആ ഒരു മണം പിടിച്ച് മേലേക്ക് ഓടി വരും. മൂത്രമൊഴിക്കുകയും മറ്റേ കാര്യങ്ങളും ഒക്കെ മേലെ തന്നെ അങ്ങോട്ട് നടത്തലുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ ആശ്വാസമാണേ. അൽഫാം റൈസ് ഒരു ലേശുണ്ട്, ആ ഫ്രിഡ്ജിലുണ്ട്, എടുത്തുണ്ട്. എന്താ പാട് നോക്കട്ടെ. കേടന്നിട്ടൊന്നും ഉണ്ടാവില്ല. കേടന്നാ തിന്നിയോ? നമുക്ക് പ്രാന്താ. തണുപ്പൂട്ടെ. ഇന്നലെ രമേശേട്ടനെ അൽഫാം കൊടുന്നു കേട്ടോ. അൽഫാമും റൈസും പാടെ
വേണ്ട വിധം ഇന്നലെ കഴിച്ചിട്ടു. ബാക്കി വന്നാൽ കേടിരുന്ന് എഴുതിയിട്ട് അധികം കഴിച്ചിട്ട് ആദ്യമൊക്കെ വയറുവേദനയാ. അതിൽ ഇതാകെ ബാക്കിയില്ലാണ്ട്. അപ്പൊ ഇത് മതി എന്ന് പറയണേ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയില് ഇവിടെ നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയേക്കില്ല. എന്നെ രാവിലെയും കഴിച്ചോളും, ഉച്ചയ്ക്കും കഴിച്ചോളും, വൈകുന്നേരം കഴിച്ചോളും കേട്ടോ. അപ്പൊ ഇത് തണുപ്പ് വിട്ടിട്ട് തരാം. ഈ ഒരു അൽഫാമും റൈസും കൊണ്ടുവന്ന് ഞങ്ങളത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഒക്കെ കയറി ലൈക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വന്ന കുറേ കമൻസ് ഉണ്ട്. എൻ്റെ പൊന്ന് ദൈവങ്ങളെ, ശരിക്കും എന്താ പറയുക, ഞാനിങ്ങനെ അവസ്ഥയൊന്നും അറിയാണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യയെ മാതിരിയൊക്കെയാണ് എൻ്റെ ആ കമൻറ്റിൽ വരുത്തി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ചൂട്ടൻ ഈ പാക്കറ്റും പിടിച്ച് റിവ്യൂ പറയുകയാണേ. നമ്മൾ മുതിർന്നവർ കാണിക്കുന്നതല്ലേ മക്കളും കുറേയൊക്കെ അനുകരിക്കുക. അവനാ നമ്മുടെ പപ്പിയുടെ ഫുഡാണ്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ വായിച്ച് അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അൽഫാം റൈസ് കൊണ്ടുവന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കടവും ബാധ്യതയും പ്രശ്നങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടെല്ലാം തീർന്നിട്ട് നല്ല ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമാണോ? നിങ്ങൾ തന്നെ പറ. നമ്മളൊക്കെ എത്ര നാൾ ജീവിക്കുന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നിലവിലുള്ള നമ്മുടെ സാഹചര്യം അറിഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റുവെച്ചാൽ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ ഉദ്ദേശം. വല്ലപ്പോഴും പുറത്തുനിന്നൊരു ഫുഡ് കഴിക്കുകയോ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോവുകയോ ചെയ്തതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. നമുക്കറിയാമല്ലോ നമ്മുടെ വരവ് എന്താ, അതിനനുസരിച്ച് ചിലവാക്കാൻ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരണം എന്താ വെച്ചാൽ, കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് പാവം ഏട്ടൻ്റെ അവസ്ഥ നോക്കി കഷ്ടപ്പെട്ട് പണിയും മാറ്റി വന്ന് ഇങ്ങനെ ഏട്ടൻ്റെ അവസ്ഥ അറിയാണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടിപ്പിച്ച് കഴിക്കണത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ അറിയണം എന്ന മാതിരിയുള്ള കമൻസ്. ഈ യൂട്യൂബിൽ അങ്ങനെ അത്രയധികം നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല. ഇൻസ്റ്റയിലാണ് നല്ലോണം വന്നത്. ഇൻസ്റ്റയിലാണ് ആ വീഡിയോ നല്ല രീതിക്ക് വ്യൂ കയറിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ കമൻസൊക്കെ വന്നിട്ടുണ്ടാവുക എന്ന് കരുതണു. കുറേ പേര് നമ്മൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസ് ഫാമിലി ഉള്ളതുകൊണ്ട് സന്തോഷം കണ്ടെത്തുക, അങ്ങനെ തന്നെയാണ് വേണ്ടേ എന്നുള്ള രീതിക്കൊക്കെ. ഞാൻ ശരിക്കും അങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് തന്നെ നമ്മളുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരും സന്തോഷിക്കട്ടെ, ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം എന്ന രീതിക്കൊക്കെ ഒരു പോസിറ്റീവായ ചിന്തയോട് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ അറിയാണ്ട് അതിമോഹമായിട്ട് ആ ഒരു അൽഫാമും റൈസും വാങ്ങിച്ച് കൊണ്ടുവന്ന് തിന്ന മാതിരിയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും ജോലിക്ക് പോകുന്ന ആളാണ്. സാലറി കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം, എന്ത് വേണേൽ ചെയ്യാം. ഏട്ടൻ ഒന്നിലും ഇടപെടില്ല. എന്തിനാണ് നീ ഇതിൻ്റെ സാലറിയിൽ നിന്ന് ഇന്ന മാതിരി ചെയ്തേ എന്നൊന്നും ചോദിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നല്ല രീതിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസയിൽ നിന്ന് എന്താ പറയുക, ഒരു രൂപ പോലും എൻ്റേതായ ഒരു ആവശ്യത്തിന് എടുക്കാണ്ട് അങ്ങനെ ഞാൻ ലോൺ അടയ്ക്കാനോ അല്ല കുറി അടയ്ക്കാനോ ഒക്കെ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതിയാകുമ്പോഴോ എന്തെങ്കിലും മേടിക്കണമെങ്കിലോ എൻ്റെ കെട്ടിയവനോടല്ലാണ്ട് ഞാൻ വേറെ ആരോടാ ചോദിക്കുക. അതൊക്കെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടൊന്നും നിങ്ങളാരും കാണണ്ട കേട്ടോ. അങ്ങനെയൊന്നും അല്ല അത്. വീട്ടില് പൈസ ഒളിച്ചേക്കാനുള്ള സ്ഥലം അവർക്ക് ഇതിൽ പൈസ കഴിക്കാൻ അറിയാന്നോ? എന്റെ അച്ചൂട്ടുണ്ടല്ലോ, ഇതിൽ ഞങ്ങൾ എലീനൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് മേടിച്ചു വെച്ചു എന്നല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കണ്ടോ, ഒരു പാത്രം വെച്ചിട്ട് അതിൽ ചില്ലറിട്ട് ഒളിപ്പിച്ച് വെക്കുന്നതാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് പൈസ ഒളിപ്പിച്ച് വെക്കും. പക്ഷെ ഇത് ഈ മരങ്ങോടനാദി കണ്ടോ ഇത് എവിടേക്കാണ് വെച്ചോ. ഇവിടെ ഉണ്ടല്ലോ എൻ്റെ അച്ചൂട്ടന് ഭയങ്കര കണ്ണിങ്ങാ. എവിടെ ചില്ലറ ഉണ്ടെങ്കിലും അവനത് കൂട്ടിപ്പെറുക്കി ഓരോ മുക്കിക്കൊണ്ട് എടുത്തു വെക്കും. എന്നിട്ട് ആദ്യക്ക് ബസ്സിന് പോവുക, അല്ലെങ്കിൽ അച്ഛയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഒക്കെ അവൻ എടുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പൈസയ്ക്കൊക്കെ വരൂലേ, അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ നമ്മളെ അടുത്ത് ചില്ലറിലാണ്ട് നമ്മൾ മേപ്പോട്ട് നോക്കി വയ്ക്കുമ്പോൾ അവൻ പറയും ഞാൻ ഇപ്പം തരാം, പിന്നെ തന്നാൽ മതി എന്നും പറഞ്ഞ് സഹായിക്കുന്ന ആളാണ്. വലുതായാലും ഇങ്ങനെ ഒരു സമ്പാദ്യശീലമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്നലെ കൊണ്ടുവന്ന അൽഫാമും റൈസിൻ്റെയും പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി മിച്ചം ഉണ്ടായിരുന്നു എന്ന്. അത് കഴിക്കാൻ വേണ്ടി അച്ചൂട്ടൻ അത് പ്ലേറ്റിലെടുത്ത് കൊണ്ടുപോയാണ്. രണ്ടുപേരും കൂടെ കഴിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ബെടാ തല്ലുപിടിയായി. ഇനി അത് കണ്ടോളൂ.
എനിക്കിനി വേണ്ട. പറ്റില്ല നമ്മള് സ്വത്ത് ഹലോ, എന്താ അവനെ ഉണ്ണിയെ ഒരു 3 വാങ്ങി ഞാൻ. എന്തിനാ അങ്ങനെ ഇടുന്നേ? അല്ല, വാങ്ങ. ഇങ്ങോട്ട് ഞാൻ ഇരിക്കില്ല. ഞാനൊരു സൈഡിൽ തിരുമ്പോളില്ലേ എന്റെ ആ സൈഡിൽ നമുക്ക് പോകുമല്ലോ. എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യയാണ് ഇവിടെ. എന്താ ചുട്ടാ വെറുപ്പിക്കണേ അവന് കൂട്ടുകാരടക്കം അവന് കൊടുക്കുന്നു. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ പ്ലേറ്റിൽ ഇട്ടേരാ. ഒരു പ്ലേറ്റിൽ നിന്നാണ് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വരുത്തിങ്ങ. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പ്ലേറ്റിൽ ഇട്ടേരാ. കുന്തോ ഇക്കെന്ത് ഞാൻ ഞാൻ സൈഡ് തിന്നാൻ നിൽക്കുമ്പോ ഞാൻ സൈഡ് തിന്നാൻ നിൽക്കുമ്പോഴേ ആ സൈഡിൽ വാരി കൊണ്ടുവരും. ഇത് വേണ്ടാത്ത വേണ്ടത്. ഇവിടെ വാ, ഇവിടെ വാന്ന്, ഇവിടെ വാണ്ടി അച്ഛൻ ഇവിടെ വാ. സാരല്ല, ഇവിടെ വാ. ഏട്ടനോട് പോയിട്ട് പറ, ഏട്ടാ 2 വായ കഴിച്ചോ പറന്ന്. ഇന്നലെ കുമ്പ നിറച്ച് തിന്നിട്ട് ഇങ്ങനെ വാശി കുടിക്കുമ്പോഴോ ഇന്നലെ ഉണ്ടല്ലോ മദ്യവോളം കഴിച്ചാണ്. അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിന് ബാക്കിയായി കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇപ്പോൾ രാവിലെ അച്ചുട്ടിനെടുത്ത് കൊടുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഇമ്മാതിരി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇമ്മാതിരി സാധനങ്ങൾ എപ്പോഴും കഴിക്കുന്നത് വയറിനും നന്നല്ല. നമുക്കത് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം. എന്നാൽ തന്നെ കെട്ടിയവൻ മാസത്തിൽ 1-2 തവണയൊക്കെ പുറത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ മേടിച്ചു കൊണ്ടുവരും, ചിലപ്പോൾ പുറത്ത് പോയി കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. എന്തായാലും ആ റൈസിൻ്റെ പേരിൽ നല്ലൊരു അംഗം വെട്ട് കഴിഞ്ഞ് നിൽക്കുന്ന നിൽപ്പാണ് എൻ്റെ അച്ചൂട്ടൻ്റെ ഈ മുഖഭാവം കേട്ടോ. എന്താ വെച്ചാൽ ഒരു പ്ലേറ്റിൽ നിന്ന് അച്ചൂട്ടൻ പറഞ്ഞു 2 ആക്കിയിട്ട് അതിൽ നിന്ന് വാരി കഴിക്കാമെന്ന്. പക്ഷെ ആദ്യമത് പറ്റൂല, ഒന്നിച്ച് വാരി തിന്നണം. ഞാൻ എൻ്റെ കൂട്ടുകാരും അടക്കം അങ്ങനെയാണ് കഴിക്കാറ്. എന്നിട്ട് എൻ്റെ അനിയൻ അങ്ങനെ കഴിക്കണ്ട പറഞ്ഞ് 2 ഓരിയാക്കി മാറ്റി എന്നതാണ് ഇന്നത്തെ കേസ് കേട്ടോ. എങ്ങനെയൊക്കെ ഞാനത് തീർത്ത് 2നെ പിരിച്ചു വിട്ടേന്നുള്ളത് എനിക്ക് ദൈവതാമ്പുരാനേ അറിയുള്ളൂ. കേൾക്കുന്നവർ വിചാരിക്കും എന്താ ഇവിടെ ഇത്രയും സ്റ്റണ്ട് എന്ന്. ഇമാതിരി കേസ് കൂട്ടാണ് എൻ്റെ മക്കൾക്കിടയിൽ ഉണ്ടാവാറ്. അത് തീർപ്പാക്കി എനിക്കൊരു ഭ്രാന്ത് വന്ന അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുട്ടികൾ ഇങ്ങനെ തല്ല് പിടിക്കാറുണ്ടോ? അതോ എൻ്റെ വീട്ടിലെ 2 നത്തുകൾ മാത്രമാണോ ഇങ്ങനെ? എനിക്കറിയൂല കേട്ടോ. അതൊക്കെ പോട്ട് ഞാൻ ദോശയൊക്കെ ചുട്ടു അതിലോട്ട് സമ്മന്തി ഉണ്ടാക്കുകയാണ്. സമ്മന്തി അല്ല, ചമ്മന്തി. ഞാനങ്ങനെയാണ് പറയാറ്. ഞങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ സമ്മന്തി എന്നാണ് പറയുക. തമിഴ്നാട്ടിൽ മരുമകളുടെ അച്ഛനെ അങ്ങനെയാ തോന്നുന്നു അല്ലേ, മാമിയാരെ സമ്മന്തി എന്ന് പറയും തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ ചമ്മന്തിക്കല്ലേ പറയണേ, സമ്മന്തി. നമ്മളല്ല, ഞങ്ങൾ കേട്ടോ. അപ്പോൾ കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ അരപ്പയിലോട്ട് കൊട്ടി കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ നിലക്കടല ഇട്ടിട്ടാണ് ചട്നി അരച്ചിട്ടുള്ളത്. സാധാ ചട്നി പോലെ തന്നെ പൊട്ടുകടല ഇടുന്നതിന് ബദലായിട്ട് നിലക്കടല ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഒരുപാടാകുമ്പോഴത്തേക്കും ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിലക്കടല ഇട്ടിട്ടുണ്ട്, ഒന്നും മനസ്സിലാവില്ല. നല്ല കുറുക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ദോശ ഉണ്ടാക്കുമ്പോൾ പലവക ദോശയാണ് വേണ്ടത്. ഒരാൾക്ക് ഒന്നെങ്കിൽ മൊരിയണം, മറ്റേ ആൾക്ക് ലൈറ്റ് ആയിട്ടേ മൊരിയാൻ പാടുള്ളൂ, ഒരാൾക്ക് ഫുൾ വൈറ്റ് കളറാവണം. അങ്ങനെയൊക്കെ പല ഡിമാൻഡുകളൊക്കെയാണ്. അപ്പോൾ വെറൈറ്റി ദോശകളൊക്കെ ചുട്ടു കൊടുത്തു. അതിനുശേഷം ചോറിക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. നമ്മളിന്ന് വെണ്ടയ്ക്ക പുളി, ഒരു എന്താ പറയുക, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. വെണ്ടയ്ക്കയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികളുടെ മസാലക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ തക്കാളി അതിലിട്ടിട്ട് നല്ലോണം വഴറ്റുക കേട്ടോ. അതിനുശേഷം പുളി ഒഴിക്കുക, അതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. കറി റെഡിയായി. പക്ഷെ ആരും പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ പറയൂല, കാരണം എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കറിയൊന്നുമല്ല. തട്ടിക്കൂട്ടി എളുപ്പമായിട്ട് എന്തെങ്കിലും ഒരു വെള്ളം വെക്കണ്ടേ എന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. പുറപ്പെടുകയാണ് റൂമിൻ്റെ ഉള്ളിൽ. ഇവിടെ ആ മേക്കപ്പാണ്. അവനൊരു ആൺകുട്ടിയായിട്ട് തന്നെ ഇങ്ങനെ പുറപ്പെടുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ ബാക്കി പറയും വേണ്ടി വരില്ല. ആദ്യക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ മുട്ടയോട് വലിയൊരു താല്പര്യം ഇല്ലാതെ ആയിട്ടുണ്ട്. എനിക്ക് കിഴങ്ങ് വറുത്തത് മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യക്ക് അത് വറക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് അവൻ ഓംലേറ്റും കറിയൊക്കെ ആക്കി ചോറ് കൊടുത്തയക്കാമെന്ന് ഓർത്തു. അച്ചുട്ടന് പിന്നെ അവൻ പോയിട്ടാണേലും ഇത്തിരി സമയമുണ്ടല്ലോ കിഴങ്ങൊക്കെ വറക്കാനായിട്ട്. അപ്പോൾ 2 പേരും ടിഫിൻ കഴിച്ചിട്ടില്ല. ഞാനവിടെ ടിഫിൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ പ്ലേറ്റ് വെച്ചാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം അമ്മ സമയമായിട്ടോ, ഇനി എനിക്ക് ചോറാക്കാൻ നേരം വൈകിക്കഴിഞ്ഞാൽ ഞാൻ ചോറ് കൊണ്ടുപോകില്ല, ഞാൻ പുറത്തുനിന്ന് പൊറോട്ട കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്ന ദോശ അവിടെ അങ്ങനെ വെച്ച് വേഗം അവൻ്റെ കാര്യങ്ങളായിട്ട് ചെയ്തു കൊടുത്ത് അവൻ പോയാലും നമുക്ക് സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ടിഫിൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അച്ചൂട്ടന് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അമ്മ പുതിയത്
ഇല്ല. ചട്നി ചട്നി ദിവസം ഉണ്ടോ? അതിനുണ്ടി എവിടെ കഴിച്ച് എവിടെ തിന്ന് എൻ്റെ അച്ചൂട്ടൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല എന്ന് വേണേൽ പറയാട്ടോ. അവനുണ്ടല്ലോ, ഞാനിങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വന്നിങ്ങനെ മുഷിങ്ങി എൻ്റെ ഒരു വേർപ്പ് നാറ്റമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്നെ കൂട്ടി പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ മണത്തുകൊണ്ടേയിരിക്കും. ഞാൻ പറയും, കുഞ്ഞാ അമ്മ വേർത്തിട്ട് അമ്മയെ മണക്കല്ലേ, അമ്മയെ നാറ്റാന്ന് പറഞ്ഞാൽ പറയും എനിക്ക് എൻ്റെ അമ്മയുടെ ഈ നാറ്റമാണ് ഇഷ്ടം, അമ്മ ഇങ്ങനെ സ്പ്രേ ഒന്നും പൂശണ്ട, എൻ്റെ ഫേവറേറ്റ് സ്പ്രേ എൻ്റെ അമ്മയുടെ വേർപ്പാ എന്നൊക്കെയാണ് ഞാൻ പറയാട്ടോ. അപ്പോൾ എൻ്റെ ആദ്യം പറയും അയ്യോ ഓടിക്കോ എന്ന് പറഞ്ഞ് മുക്കും പിടിച്ചോടും. അതുമാതിരി ചിലപ്പോൾ ഒക്കെ ഞാൻ മുഷിങ്ങിരിക്കുമ്പോൾ അച്ചൂട്ടനെ പിടിച്ചവൻ എൻ്റെ കക്ഷത്തേക്കൊക്കെ അമർത്തി പിടിക്കും. മണക്കടാ മണക്ക്, നിനക്കല്ലേ അമ്മയുടെ വേർപ്പ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവനെ കളിപ്പിക്കും കേട്ടോ. അങ്ങനെ അമർത്തി കഴിഞ്ഞാലൊന്നും എൻ്റെ അച്ചൂട്ടൻ പിൻവാങ്ങൂല, അവൻ അവിടെ പതുങ്ങി അങ്ങോട്ട് കിടക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുവിധം എല്ലാവരും പറയേ, കുഞ്ഞിതിലെ നല്ല സ്നേഹമുള്ളവർക്ക് വലുതിലെ ആ സ്നേഹമൊക്കെ മാറും അത്രേ, കുഞ്ഞിതിലെ അധികം സ്നേഹം ഇല്ലാത്തവർക്ക് വലുതിലെ നല്ല സ്നേഹമാകും അത്രേ. അപ്പോൾ ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും, അച്ചൂട്ടാ മാറുമായിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ടോ. മാറട്ടെ അല്ലേ, അതിനൊക്കെ ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം. ഇപ്പോൾ കിട്ടുന്ന ആ ഒരു പ്യുവർ ലവ് ശരിക്കും ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. എന്നും വിചാരിച്ച് എൻ്റെ ആദിക്കിനോട് സ്നേഹമില്ല എന്നല്ല കേട്ടോ, അതൊരു ഭാവമാണ്, അത് എൻ്റെ അച്ചയുടെ പോലെ അങ്ങനെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷേ ഒരു കണക്കിന് എൻ്റെ അച്ചൂട്ടനേക്കാളും എന്നോട് അനുകമ്പയും കരുതലും ഒക്കെ അവനുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഒപ്പത്തിനൊപ്പം എൻ്റെ കുട്ടി കൂടും. എന്നാൽ എൻ്റെ അച്ചൂട്ടൻ കള്ളമടിയനാണ്, മേലാനങ്ങേ ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ എടുത്തിട്ട് വാന്ന് പറഞ്ഞാൽ അവൻ ഉറുമ്പ് അരിക്കുന്ന മാതിരി അരിച്ചരിച്ചിട്ടൊക്കെയാണ് വരുള്ളൂ. അവനത് കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് 4 വട്ടം പോയി വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട് വരാൻ പറ്റും. അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ആദ്യം അങ്ങനെയല്ല, മരാമത്ത് വലിക്കും എനിക്ക് വേണ്ടിയിട്ട് ഒരു വെള്ളക്കുടം പോലും എൻ്റെ കുട്ടി എന്നെ എടുപ്പിക്കാറില്ല. അവൻ ഇത്തിരി ആയതിനു ശേഷം പുറത്തുനിന്ന് വെള്ളക്കുടം ഞാൻ എടുക്കാൻ പോയാൽ അവൻ തന്നെ വന്നത് വാങ്ങിക്കൊണ്ടു. ഇത്തവണ ഞാൻ വെള്ളം എടുത്ത് എന്താ വെച്ചാൽ വീഡിയോ എടുക്കുകയാണ്, പിന്നെ അവൻ എന്നെ വീഡിയോ എടുക്കുക, അമ്മ എടുക്കുക, ഞാൻ വീഡിയോ എടുക്കാം, കുടമൊക്കെ ഏറ്റി വരുന്ന ഒരു കുലസ്ത്രീ അമ്മയെ കാണാനൊക്കെ അപ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാമറാമാൻ്റെ പരിപാടിയാണ് ഇന്ന് എന്നെ കൊണ്ട് വെള്ളക്കുടം എടുപ്പിച്ചേട്ടോ. എൻ്റെ ഉണ്ണി അങ്ങനെ വെള്ളക്കുടം ഒന്നും എടുപ്പിക്കാറില്ല. അതുമാതിരി കിടക്കയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കോലായത്ത് ഇട്ട് കിടക്കാറുണ്ടല്ലോ, അപ്പോൾ ഒക്കെ അവൻ തന്നെയാണ് ആ ബെഡൊക്കെ എടുത്ത് കോലായത്ത് കൊണ്ടുവന്നിട്ട്. അങ്ങനെ മരാമത്തുകളൊന്നും എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ധാരണയാണ് അവർ. എനിക്ക് ചെയ്യാം, എന്നാലും അവൻ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യണ്ട, അങ്ങനെയൊക്കെ ആ കരുതലൊന്നും എൻ്റെ ഈ ഒരു കുഞ്ഞിക്കുറുമ്പനില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു വീട്ടിലിപ്പോൾ ഒരു 10 ആളാണെന്ന് വെച്ചാൽ ആ 10 ആളുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ 10 പേരിലും ഉണ്ടാവും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറേ പോസിറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ കുറേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു ഫാമിലി മുന്നോട്ട് പോവുള്ളൂ. തുടക്കത്തിൽ ചട്നി സൂപ്പർ എന്നൊക്കെ കാണിച്ചാലും അവന് ടിഫിൻ തിന്നാൻ പോകുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കുത്തി നിറപ്പിച്ച് കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മതി, എൻ്റെ വയറ് നിറഞ്ഞു, എനിക്കിഞ്ഞ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണോടത്ത് എണീറ്റ് ഓടിയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പിടിച്ചിരുത്തിയാണ് നിർബന്ധിച്ചിട്ട് ഈ ഒരു ദോശയൊക്കെ കഴിച്ചിട്ട് ഉച്ചോളം സ്കൂളിലിരിക്കുകയായിരുന്നു കഴിഞ്ഞാൽ നല്ല പാടാണ്. അത്യാവശ്യം വിശപ്പുള്ള കുട്ടികളും ആവുക, വിശന്നിരുന്നാൽ എങ്ങനെ പഠിക്കാനാ അല്ലേ. അപ്പം ഞാൻ 2 എണ്ണം കഴിച്ചാൽ മാത്രം തന്നെ അവിടുന്ന് എണീക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ദോശ അവൻ എളുപ്പം കഴിക്കാനുള്ളൊരു സൂത്രം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ആദ്യക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓംലേറ്റ് അടിച്ചു. ഏട്ടനും എനിക്കും ഉച്ചാമ്പത്തേക്കും മുട്ട കുത്തി പൊരിക്കുക ചെയ്തത്. അപ്പോൾ ആ കുത്തിപ്പൊരിച്ച മുട്ടയിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പ്ലെയിൻ ദോശയുടെ നെടുകെ അതിങ്ങനെ നീളത്തിലിട്ടു കേട്ടോ. എന്നിട്ട് ഈ ഷവർമയൊക്കെ മാതിരി ആ ദോശ ആ എഗ്ഗ് വെച്ചിട്ട് ഇങ്ങനെ റോളാക്കി എന്നിട്ട് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് വാരിക്കൊടുക്കുകയും വേണ്ട. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടാനും മറക്കരുത്. അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ കുറച്ച് പേര് കൂടുതൽ പേര് കണ്ടുവരുന്നുണ്ട് വീഡിയോസൊക്കെ, നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും കൂടുതൽ പേര് അങ്ങനെ ഉദ്ദേശിച്ചിട്ടോ. എന്നാലും നമുക്ക് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവണേൽ നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കൂടെ ഇട്ടേക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് കൂടിയേ ആകുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
2 ദോശ തിന്ന ക്ഷീണമാണ് എൻ്റെ അച്ചുവിൻ്റെ മുഖത്ത് കാണണത്. ഞാൻ ഇപ്പം അടുത്തൊരു വാർത്ത കണ്ടായിരുന്നു. കുട്ടികൾക്ക് രാവിലെ നമ്മളിങ്ങനെ കുത്തി നിറച്ച് തീറ്റിപ്പിക്കുമല്ലോ സ്കൂളിലൊക്കെ വിടുന്നതിൻ്റെ മുന്നേ. അങ്ങനെ വിടുമ്പോഴത്തേക്കും അവറ്റ മണ്ടി സ്കൂളിലൊക്കെ പോവുകയും അവിടെ പോയി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ കഴിച്ച ഫുഡൊക്കെ ചിലപ്പോൾ ശ്വാസകോശത്തിലൊക്കെ കയറാനും അത് മുഖാന്തരം വലിയ ആപത്തൊക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ കുത്തി നിറപ്പിച്ച് ഫുഡ് കഴിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിടാണ്ടിരിക്കുക. സ്കൂളിലേക്ക് നല്ല എവിടേക്കും പ്രത്യേകിച്ച് വല്ല എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണമെന്ന്. അതൊക്കെ വാസ്തവമാണെങ്കിലും കൂടെ എനിക്ക് ഉണ്ണികളുടെ വയറ് ഒരു അത്യാവശ്യം നിറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ് കേട്ടോ. അതുമാതിരി തന്നെ എൻ്റെ പിങ്കുവിൻ്റെ കാര്യവും. പിങ്കുവിനും ലേറ്റായിട്ടേ ഫുഡൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ എനിക്ക് അവളുടെ വയറ് നിറഞ്ഞില്ല, അവൾക്ക് വിശക്കുമെന്ന് ഭയങ്കര ഉത്കണ്ഠയാണ്. ആ കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൾക്കും ഇതുപോലെ ഫുഡ് കൊടുക്കാറുണ്ട്. അവളുടെ അകത്തുള്ള ഈ തുള്ളൽ മിക്കവാറും ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ നിൽക്കുമായിരിക്കും. അവൾക്ക് നമ്മൾ ഓർഡറാക്കിയ കൂട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്ന തോന്നണത്. അവളെ കൊണ്ടുവന്നതിലും അവളൊരു ഇത്തിരി പൊടിക്ക് വലുതായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വന്ന സമയത്തൊന്നും അവൾക്ക് സെറ്റിയിലേക്കൊന്നും കയറാൻ വയ്ക്കുമായിരുന്നില്ല. അവളിങ്ങനെ ഓടി സെറ്റിയുടെ അവിടേക്ക് നിന്നിങ്ങനെ എത്തി നോക്കുന്നല്ലാണ്ടേ ഇപ്പോൾ ഉണ്ടല്ലോ മണ്ടിച്ചാടി സെറ്റിയിലും ഈ ഒരു ദിവാങ്കോട്ടിലും കട്ടിലയിലും ഒക്കെ കയറാൻ നോക്കണുണ്ട്. ആദ്യം പറയുന്നുണ്ട് അമ്മ അവൾ ഒത്തിരി ഉയരം വെച്ച മാതിരി തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വ്ളോഗൊക്കെ കണ്ടവർക്ക് തോന്നുന്നുണ്ടോ പെൺകുട്ടി വലുതായ മാതിരി? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ആദ്യക്കുള്ള ചോറൊക്കെ ഇലയിൽ കെട്ടിക്കൊടുത്തു. അവനിങ്ങനെ ഇലച്ചോറ് കൊണ്ടുപോകുന്നത് വേറെ ഒന്നുമല്ല, ഇലയിൽ മാത്രമേ കഴിക്കൂ എന്നുള്ള വാശി ഉണ്ടെന്നല്ല. തട്ടാണയിൽ അത് ബാഗിൽ വെക്കാൻ കുറച്ചധികം സാധനം വേണം. മാത്രമല്ല ഇച്ചിൽ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് കഴുകാൻ തരണം. ഇതാണെങ്കിൽ പിന്നെ എടുത്ത് വലിച്ചെറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അവന് ചോറൊക്കെ കെട്ടിക്കൊടുത്ത് ആളെനിക്ക് ടാറ്റയും തന്ന് അങ്ങനെ സ്കൂളിലേക്ക് ഓടിപ്പോയി കേട്ടോ. സ്കൂളിലേക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് കയറി ഇത്തിരി പോയാൽ തന്നെ അവിടെ എത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ അച്ചൂട്ടന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കിഴങ്ങൊക്കെ നല്ലോണം കനം കുറച്ച് നീളത്തിൽ നുറുക്കി നല്ല ഇങ്ങനെ മൊരിച്ച് വറുത്തെടുക്കുകയാണ്. അച്ചൂട്ടന് ജസ്റ്റ് വറുത്താലൊന്നും പറ്റൂല. ആൾക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് നിബന്ധനകളുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞില്ലേ. അപ്പോൾ നല്ലോണം മൊരിയണം. എൻ്റെ ആദ്യമൊക്കെ ആണെങ്കിൽ കിഴങ്ങായാൽ മതി, ഒന്ന് ചൂടായാലും മതി, മൂപ്പര് കഴിച്ചോളും. മൂപ്പർക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് കൂട്ടി കഴിക്കും. നമ്മളുള്ള പോസിറ്റീവായ കാര്യങ്ങൾ പറയണമല്ലോ. പക്ഷെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ട് എൻ്റെ അച്ചുക്കിഴങ്ങനെ കൊണ്ടാണ്. മൂപ്പര് വെറും ചോറും ഉപ്പും ഇട്ട് കഴിച്ചാലും ശരി കൂടെയുള്ള ഒരു സംഭവം ഒഴിച്ച് കഴിക്കില്ല. അല്ല വിഷം കഴിക്കുന്ന മാതിരി ആ ചോറ് വെറുതെ അങ്ങോട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവന് കിഴങ്ങൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കെട്ടിയോന് ഞങ്ങൾക്കൊക്കെ പുറപ്പെട്ട് പോയാൽ മതി, ഏട്ടന് പണി മാറ്റി ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കണ്ടേ. അപ്പോൾ ഏട്ടന് മുട്ട ഞാനിങ്ങനെ ചിലപ്പോൾ പൊട്ടിച്ച് കലക്കി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും, ചൂടോടെ ഉണ്ടാക്കി കഴിച്ചോട്ടെ ഓർത്തിട്ട്. പക്ഷെ മൂപ്പരായി ചെയ്യില്ല. അപ്പോൾ വെറും ഒരു കൂട്ടാനില്ലെങ്കിൽ അത് ഒഴിച്ച് കഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ മുട്ട ഇങ്ങനെ കുത്തി പൊരിച്ചൊരു പാത്രത്തിലാക്കി വെക്കാമെന്ന് ഓർത്തു. അച്ചൂട്ടനുള്ളത് ഇങ്ങനെ കുഞ്ഞൊരു ഡപ്പയിലാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ തട്ടയിൽ ചോറും ആക്കി. ഇപ്പം എൻ്റെ അച്ചൂട്ടൻ എന്നെ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൻ എടുക്കുന്ന ഭാഗമൊക്കെ നല്ല ഷെയ്ക്കായിരിക്കും. എന്നാലും അവന് ഭയങ്കര ആശയാണ് എന്നെ ഇങ്ങനെ വ്ളോഗിലേക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പറയും അമ്മ ഒന്ന് മെനക്കി നിൽക്ക്, ഞാൻ അമ്മയെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു ഉത്സാഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിച്ചക്കൻ കേട്ടോ. എൻ്റെ അടുത്ത് പറയുക, ഞാൻ കണ്ടില്ലേ ഞാനെടുത്ത വീഡിയോയിൽ മഴവില്ല് വരെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓ പിന്നെ വളരെ നന്നായിട്ടുണ്ട്, നല്ല ചന്തമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അവനെ ഒന്നും കൂടെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ടാപ്പിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തട്ടിക്കൊട്ടി കൊടുത്തു. അപ്പോഴാണ് സ്പീഡിൽ വെള്ളമൊക്കെ വരാൻ തുടങ്ങിയത്. എൻ്റെ തട്ടിലും വെണ്ടയ്ക്കക്കറിയും അതുപോലെ കുറച്ച് മുട്ട കുത്തി പൊറിച്ച് ഒരു ലേശം കിഴങ്ങ് വറുത്തും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് വറുത്തത് എൻ്റെ ആദ്യക്കുട്ടനുള്ളതും ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു. ആകെ നമ്മൾ പെൺകുട്ടിയെ വിട്ടിട്ടേ പെൺകുട്ടി അകായൊക്കെ ഇത്തിരി മെനകെടുത്തിയിട്ടുണ്ട്. ചീച്ചിയൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ റൂമിൽ ചീച്ചി ഒഴിച്ചതിൽ ചവിട്ടിയിട്ട് അകത്ത് കൂടെയൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് തുടയ്ക്കണം. അതിൻ്റെ മുന്നേ ഇന്ന് എനിക്ക് ഗുളിക കുടിക്കേണ്ട ദിവസമാണ് ഓർമ്മ വന്നു. എന്നുവെച്ചാൽ വിറ്റാമിൻ ഡിയുടെ ഗുളിക, അത് എല്ലാ വെള്ളിയാഴ്ചയാണ് കുടിക്കേണ്ടത് കേട്ടോ. ശരിക്കും ഈ ഒരു ഗുളിക കുടിച്ചതിന് ശേഷം എന്തോരം മാറ്റം എനിക്കെന്നറിയോ. ക്ഷീണത്തിനായാലും എൻ്റെ കയ്യും കാലും വേദനയ്ക്കായാലും. മുന്നേ ഫസ്റ്റ് ഞാൻ വിറ്റാമിൻ ഡി നോക്കാൻ കാരണം എൻ്റെ ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഉള്ളിലുള്ള വേദനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപ്പൂറ്റിയുടെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിൽ എല്ല് ഡോക്ടറെയൊന്നും കാണിക്കാണ്ട് വിറ്റാമിൻ ഡി ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. അത് നന്നേ കുറവാണെങ്കിൽ ആദ്യം വിറ്റാമിൻ ഡിയുടെ ഗുളിക കുടിക്കുക, അതിനുശേഷം എല്ല് ഡോക്ടറെയൊക്കെ കാണിച്ചാൽ മതി. അത്രയും അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അതുമാതിരി ആ ഗുളിക കറക്റ്റായിട്ട് കുടിക്കാണ്ട് വീണ്ടും എനിക്ക് കൈവേദന വന്നു.
എന്നിട്ട് ഞാൻ ഡോക്ടറെ കാട്ടിയപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പറഞ്ഞ വിറ്റാമിൻ ഡിയുടെ ഗുളിക കുടിച്ചായിരുന്നു. അത് കംപ്ലീറ്റ് ആ കോഴ്സ് കഴിയാണ്ട് ഞാൻ നിർത്തി. അപ്പോൾ വീണ്ടും വേദന ഇളകിയിട്ടുണ്ട്. ഡോക്ടർ വീണ്ടും കുടിക്കാൻ പറഞ്ഞ് എഴുതി തന്നതാണ്. ഇത് കുടിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ആ വേദനയും മാറിയിട്ടുണ്ട്, ക്ഷീണത്തിനൊക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ അച്ചുകുട്ടൻ്റെ തുണക്കാരൻ അപ്പുക്കുട്ടൻ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പോകാൻ പുറപ്പെട്ട് നിൽക്കണം. അപ്പം ഞാൻ പതിവ് പോലെ എൻ്റെ ഉപദേശങ്ങൾ നിറയെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അവർക്ക് ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടാണ്ട് രണ്ടും കൂടെ പോയിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയെ അടി കിട്ട് വലിച്ചെറി. എൻ്റെ വികൃതിക്ക് ഒത്തിരി പോണ വഴിക്ക് കല്ല് പെറുക്കുകയാണ് കേട്ടോ. നായ്ക്കളെ കണ്ട എറിയാനത്രേ. ഞാൻ നിർബന്ധിച്ച് അതൊക്കെ അവിടെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വയ്ക്കുന്ന കബോർഡ് വന്നിട്ട് ഈ റൂമിൻ്റെ ഉള്ളിലാണ്. എൻ്റെ റൂമാണല്ലോ ഇപ്പോൾ അവളുടെ കൂട്, അതെടുക്കണം. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതുമാതിരി അവളുടെ റൂമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി നേരെ ആക്കണം. അതൊക്കെ വിചാരിച്ച് റൂമിൽ കയറിയാണ്. പക്ഷെ പെണ്ണ് ഒരു ഭാഗത്ത് നിന്ന് തന്നെ അത് ചെയ്യാൻ സമ്മതിക്കാണ്ട് ഓടുകയാണ് കേട്ടോ. ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോളിലോട്ടും ഡൈനിങ് ഹോളിലോട്ടും കയറാൻ പറ്റും. മറ്റേ റൂമിൻ്റെ വാതിൽ ഞാൻ അടയ്ക്കും. അപ്പോൾ അതിൽ കൂടെയൊക്കെ പോയി മൂത്രമൊഴിക്കേണ്ടതെന്ന് ഓർത്ത് ഞാൻ അവളെ പിടിച്ച് നിർത്തുകയാണ്. പക്ഷേ എങ്ങനെ പിടിച്ച് നിർത്തിയാലും അവൾ നിൽക്കില്ല, കണ്ണ് തെറ്റി ഓടിപ്പോകും കേട്ടോ. പിന്നെ ഞാൻ നമ്മളൊരു പ്ലൈവുഡിൻ്റെ ഒരു പീസുണ്ട്, ഒരു ഡോറ് മാതിരി കബോർഡിനൊക്കെ വയ്ക്കൂലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ഞാനിങ്ങനെ ഒരു അലമാരയുടെ ഇടുക്കിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണേ, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനായിട്ട്. എന്ന് വെച്ചാൽ റൂമിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൾ പുറത്തേക്ക് ചാടില്ല. അതിങ്ങനെ അതിൻ്റെ മേലെ കൈവച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും കേട്ടോ. എന്തായാലും അവൾ ഉള്ളിക്കൂടെയൊക്കെ ഓടി കളിച്ചല്ലേ. ഞാൻ പുറപ്പെടൽ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി പെനലൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ തുടച്ചെടുക്കുകയാണ്. നമ്മൾ വീടങ്ങോട്ട് അമ്പടച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് വീട് തുറക്കുമ്പോൾ ഒരു നയമണമൊക്കെ മാതിരി ഫീലാവും. നമ്മൾ ഈ വീട്ടിലേ ഉള്ള കാരണം കൊണ്ട് നമുക്കത് അറിയൂല. നമ്മൾ ആ ഒരു മണത്തിൽ അങ്ങനെ ലയിച്ചു പോയിട്ടുണ്ടാവും. അല്ല, ഞാനിപ്പോൾ എത്ര തുടച്ചിട്ട് കാര്യമില്ല. എൻ്റെ കെട്ടിയ ഉച്ചയ്ക്ക് വന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നീറ്റാക്കി ഒന്നും വൃത്തിയാക്കൂല. ആൾ എവിടെയെങ്കിലും ചീച്ചി ഒഴിച്ചണമെങ്കിൽ ഒന്ന് തുടയ്ക്കുന്നല്ലാണ്ട് മെനയാക്കൂല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഓഫീസ് വിട്ട് വരുമ്പോൾ നായമണം വരാറുണ്ട്. എനിക്കതൊട്ടും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. എന്തായാലും അവൾക്ക് പുറത്തൊരു കൂടും ഉള്ളിലൊരു കൂടും ഒക്കെ വരുന്നതോടുകൂടി ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് ഈ വോയിസ് മാറ്റാനൊന്നും പോകുന്നില്ല, എനിക്ക് അത്രയും വയ്യാണ്ടേ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലുള്ള എല്ലാ മിസ്റ്റേക്കുകളും നിങ്ങളൊന്ന് പുറത്തേക്കണം, ക്ഷമിച്ചേക്കണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.